എന്തുട്ടാടി ഇരുന്ന് കുത്തി കുറിക്കണത്? ഓണത്തിന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ്. നോക്കട്ടെ. നെയിൽ പോളിഷ്, ഐലൈനർ, ക്ലിപ്പ്, ടോപ്പ് 2 പലാസ 2 ജീൻസ് 1. ഇതിലെവിടെയാണ് ഓണത്തിന് വാങ്ങേണ്ട സാധനങ്ങൾ? ഡ്രസ്, ഓണക്കോടി കേട്ടിട്ടില്ലേ? നീ ഡ്രസ്സല്ലേ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത്? അതെങ്ങനെയാണ് ഓണക്കോടി ആവണത്? ഓണത്തിന് 2 ദിവസം മുമ്പ് വാങ്ങിക്കണതല്ലേ ഓണക്കോടി. നാണം മറക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഈ ഡ്രസ്സ്. നാണം മറക്കാൻ വേണ്ടി മാത്രമല്ല, ആൾക്കാരുടെ മുമ്പിൽ നാണം കേടാതിരിക്കാനും പുതിയ ഡ്രസ് ഇടും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. തനിക്കിത് പുതിയ അറിവായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇത് പഴയ അറിവാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴമക്കാർ പറഞ്ഞേക്കണത്. പഴമക്കാരുടെ കയ്യിൽ വിൽക്കാൻ കാണുമെങ്കിലും ഉണ്ട്, എൻ്റെ കയ്യിൽ വിൽക്കണ ഒരു കോണവും പോലും ഇല്ല. തന്നെ വിറ്റിട്ടാണെങ്കിലും ഇപ്രാവശ്യത്തെ ഓണം ഞാൻ അടിച്ചു പൊളിക്കും. അതിന് എന്നാരെങ്കിലും വാങ്ങിയിട്ട് വേണ്ടേ? ഓ, അത് ഞാൻ ഓർത്തില്ല. ഉപകാരമുള്ള സാധനങ്ങളല്ലേ ആൾക്കാർ വാങ്ങുള്ളൂ. നീ അലമാരിയിലൊന്ന് നോക്കിയേ, നിന്റെ എത്ര നല്ല ഡ്രസ്സുകളാണ് അതിൻ്റെ ഉള്ളിലിരിക്കണത്. എനിക്ക് പുറത്തു പോകുമ്പോൾ ഇടാൻ ആകെ ഒരു വെള്ള ഷർട്ട് മാത്രമല്ലേ അതിലുള്ളൂ. അത് താൻ പറയരുത്. വെയിറ്റ്, ഇതല്ലേ താൻ പറഞ്ഞ വെള്ള ഷർട്ട്? എന്റെ ഈ ഡ്രസ്സിന് ഇത് മാച്ച് അല്ലേ? ഈ ഡ്രസ്സിനും ഇത് മാച്ച് അല്ലേ? ഈ ഡ്രസ്സിനും ഇത് മാച്ചാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ ആയില്ലേ? ശരിയാണ്, ശരിയാണല്ലോ. പിന്നെന്താണ് കുഴപ്പം? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഡ്രസ് വാങ്ങാനുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല. ഓ, കല്യാണം കഴിഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു? ഓണം വരട്ടെ, വിഷു വരട്ടെ, സിനിമ, ഡ്രസ്സ്, ട്രിപ്പ്, എത്ര വാഗ്ദാനങ്ങളായിരുന്നു. എടി, വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിനക്ക്? നടത്തിത്തരണം എന്ന് ഒരു ഉറപ്പുമില്ലാത്ത സാധനങ്ങളാണ് ഈ വാഗ്ദാനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, നീ രാഷ്ട്രീയക്കാരെടുത്ത് നോക്ക്, അവർ പറയണ സാധനങ്ങളൊക്കെ നമ്മൾ വാഗ്ദാനങ്ങൾ എന്നല്ലേ പറയണത്. അതെന്താണ്? അത് നടത്തി കിട്ടില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് 5 വർഷം കൂടുമ്പോ അവരെ മാറ്റണത്. അതുപോലെ തന്നെ ഞാൻ മാറ്റട്ടെ? ആ, മാറ്റായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടാനെ. എന്താണെന്ന്? ഒന്നുമില്ല, നീ അടങ്ങ്. ഞാൻ ഓണായിട്ട് അടിപൊളി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? നമ്മൾ കാലത്തെ എഴുന്നേക്കുന്നു, തിരുവോണത്തിൻ്റെ അന്ന് കുളിക്കുന്നു, പുതിയ ഡ്രസ്സുകൾ ഇടുന്നു. പുതിയ ഡ്രസ്സ് ഇല്ലല്ലോ ഇനി. വരും, നീ വെയിറ്റ് ചെയ്യ്. എന്നിട്ട് നമ്മളൊരു കൊട്ട പിടിച്ചു നേരെ നമ്മളുടെ പറമ്പിലോട്ട് പോകുന്നു പൂക്കൾ പറിക്കാൻ. പറമ്പിൽ പൂ പോയിട്ടൊരു പുല്ല് വരില്ല. പറമ്പിൽ പൂവില്ലെങ്കിൽ വേണ്ട, നമ്മൾ കൊട്ട അവിടെ നിന്ന് കിറ്റായിട്ട് നമ്മൾ നേരെ മാർക്കറ്റിൽ പോകുന്നു, പൂ വാങ്ങുന്നു, വരുന്നു, കളം വരക്കുന്നു, ഇടുന്നു. താൻ എന്ത് ഡിസൈൻ വരക്കാൻ പോണു? സിമ്പിൾ അല്ലേ? 2 വട്ടം വരക്കുന്നു, സെൻട്രലായിട്ട് കഥകളിയുടെ ഒരു പകുതി, ഓടി വഞ്ചി, 2 തെങ്ങ്. എങ്ങനെ? വെറൈറ്റി അല്ലേ? കാലങ്ങളായിട്ട് തന്നെയല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാറ്റി പിടിച്ചൂടെ? എന്നൊരു ബുർജ് ഖലീഫ വലിക്ക, എന്നിട്ട് അതിൻ്റെ മേലെ വാമനം ചവിട്ടി നിൽക്കണതാക്ക. അതല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉച്ചയാവും. അപ്പം നമ്മൾ നേരെ പറമ്പിലോട്ട് പോയി വാഴല വെട്ടുന്നു. നമ്മുടെ പറമ്പിൽ വാഴയില്ല. നമ്മുടെ പറമ്പിലില്ലെങ്കിൽ വേണ്ട, നമ്മൾ അപ്പുറത്തവൻ്റെ വീട്ടിൽ പോയിട്ട് പറിക്കുന്നു. ഇല്ല, അവിടെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരെ കടയിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിച്ചു കൊണ്ടുവരുന്നു, വിരിക്കുന്നു. ഇത് ഈ അറ്റത്തുനിന്ന് തുടങ്ങണം. അച്ചാറ്, കിച്ചടി, മാങ്ങിഞ്ചി, പുളിശ്ശേരി, എരിശ്ശേരി, പപ്പടം, പിന്നെ ചോറ്, 2 പായസം. 2 പായസം. ഇതൊക്കെ കൂടി സമൃദ്ധമായി കഴിക്കുന്നു. അപ്പോൾ വയറ് വീർക്കും. അപ്പം ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യുക, അതിന് കുഴപ്പമില്ലല്ലോ. കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിനിമക്ക് പോകുന്നു. റമ്മ് നമ്മൾ വരണ വഴിക്ക് ബീവറേജിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഏറമെങ്കിൽ ഏറം അത് കാണുന്നു. അതോടെ നമ്മളുടെ ആ തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം ആവുന്നു, കഴിയുന്നു. എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കും, കളറായിരിക്കും. പക്ഷേ ഇതെല്ലാം ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഒരെണ്ണമല്ലേ, കട്ട് ചെയ്തോ, കുഴപ്പമില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. കാലത്ത് നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ലേ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് എണീക്കുക. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്ന കാര്യം? സിനിമയ്ക്ക് പോവാന്ന്. അപ്പം സിനിമക്ക് പോകണമെന്നില്ല. ഇപ്പോൾ OTT സിനിമ ഇറങ്ങണോണ്ട് നമ്മൾ അത് പെൻ ഡ്രൈവിൽ കയറ്റുന്നു, നല്ല TV കുത്തുന്നു, കാണുന്നു. അപ്പം എന്താ കളറായില്ലേ? താനേ ഒരിക്കലും നമ്മളോട്